ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓം വ്യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ. ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേതും ഗുരുഭ്യോ നമ. ഓം നമ ശിവായ നമ. ഓം നമ ശിവായ ശിവായൈ നമ. ഓം നമ ശിവായ ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ. ഓം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ബാലരി വിദ്യുതി വിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനേശ്യം. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാര സംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീല. ജാലാകരാളവത്യുഗ്രം ന ശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേർഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമശ്ചണ്ഡികായൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ചതുർത്ഥസ്കന്ധം വിസർഗലീലകളെന്ന് പറയും. അവാന്തര സൃഷ്ടി, ബ്രഹ്മാവിനെ തുടർന്നുള്ള സൃഷ്ടിയാണ് അവാന്തര സൃഷ്ടി എന്ന് പറയുക. വിസർഗം ഭഗവാന്റെ ലീല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ സർഗം വിസർഗം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ സ്കന്ധങ്ങളിലും നമുക്ക് കാണാവുന്ന ലക്ഷണങ്ങളാണ്. പ്രത്യേകിച്ച് അത് തരംതിരിച്ചത് മാത്രമായിട്ട് ഒരിടത്തും നിബന്ധിച്ചു വച്ചിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഏതായാലും ചതുർത്ഥസ്കന്ധം പുരുഷാർത്ഥങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രകരണങ്ങളാണ്. ആദ്യം ധർമ്മവും പിന്നെ അർത്ഥവും പിന്നെ കാമവും പിന്നെ മോക്ഷവും എന്ന് പറയുന്ന 4 പുരുഷാർത്ഥങ്ങളെ പുരസ്കരിച്ചുകൊണ്ടുള്ള 4 പ്രകരണ കഥകളാണ്. അതിലാദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാഗോളം വരുന്ന ദക്ഷയാഗം കഥയാണ്. മിക്ക പുരാണങ്ങളിലും ഈ ദക്ഷയാഗം അവതരിപ്പിക്കുന്നുണ്ട്. ആ ദക്ഷയാഗ അല്പാൽപ്പം വ്യത്യാസത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ദക്ഷയാഗം എന്ന് പറയുന്ന ആദ്യത്തെ കഥാഗോളം ധർമ്മത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ധർമ്മത്തെ ശക്തിപ്പെടുത്താനുള്ളൊരു കഥാഗോളമായിട്ടാണ് ഭാഗവതം ഇട്ടുതരുന്നത്. പ്രത്യേകിച്ചും ധർമ്മം എന്ന് പറയുന്നത് സാക്ഷാൽ ശിവപെരുമാൾ തന്നെ, ഈശ്വരൻ തന്നെ. ധർമ്മത്തെപ്പറ്റി നമ്മൾ വളരെ വാചാലമായി പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. ധർമ്മം ഈശ്വരനാണ്. അതാധോ ധർമ്മജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ തന്നെയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ധർമ്മം എന്ന് പറയുന്ന ആ ഒരൊറ്റ വാക്കിനെ ചൊല്ലി ഒരൊറ്റ ശ്ലോകം നാരായണ ഗുരുദേവൻ പോലും നമുക്ക് ഇട്ടു തന്നിട്ടുണ്ട്. ധർമ്മം. അപ്പോൾ എല്ലാ തരത്തിലും ധർമ്മം അനിവാര്യമാണ് എന്നുകൂടി നമ്മൾ അനുസ്മരിക്കേണ്ടി വരും. എൻ്റെ നാട്ടുകാരൻ എന്ന് പറയാം, ചെറായി സ്വദേശിയായിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ നാരായണ ഗുരുദേവൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, പക്ഷെ ധർമ്മം വേണമെന്നാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ തന്നെ സനാതന സംസ്കാരം എന്ന് പറയുമ്പോൾ അതിനെ സനാതന ധർമ്മം എന്നാണ് വീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലാണ് അതിൻ്റെ വിവക്ഷ. സനാതന ധർമ്മം. ഈശ്വരാന്വേഷണം നടത്തുന്ന ഏതൊരു വ്യക്തിയും ധർമ്മത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ജീവിതം ഉണ്ടായേ മതിയാവൂ. എങ്കിൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധിക്കൂ. ധർമ്മത്തിലാണ് ജനിക്കുന്നത്. അർത്ഥകാമങ്ങളിലൂടെ കടന്നുപോയി അവസാനത്തെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്ന ആത്യന്തിക സത്യത്തെ സാക്ഷാത്കരിക്കുന്നതാണ് മോക്ഷം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ചതുർത്ഥ സ്കന്ധത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ടല്ലേ
നമ്മൾ ഏറ്റവും ശ്രേഷ്ഠനായ കപിലവാസുദേവൻ ഒരു പരമഹംസനെ കണ്ടതും അദ്ദേഹത്തിൻ്റെ ജ്ഞാനം വിളമ്പിക്കൊടുക്കുന്നതെല്ലാം ശ്രവിച്ചതും അതിനെ ദൃഢമാക്കാൻ വേണ്ടിയിട്ടാണ് ചതുർത്ഥസ്കന്ധം എന്ന് നാം പറഞ്ഞും കഴിഞ്ഞു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ശിവനെ ചൊല്ലി, ശിവനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ കഥാഗോളം. അവിടെയെല്ലാം തന്നെ നമ്മൾ സനാതനധർമ്മികൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ശിവതത്വം എന്ന് പറയുമ്പോൾ പരമാത്മതത്വമാണ്, പരമ്പൊരുളായിട്ടുള്ള ഈശ്വരതത്വമാണ്. ഇവിടെ കൈലാസനാഥൻ എന്ന് പറയുന്ന ത്രിമൂർത്തികളിൽ ഒരാളായിട്ടുള്ള രുദ്രൻ എന്നുള്ള രീതിയിലും നമ്മൾ കാണേണ്ടതുണ്ട്. രുദ്രൻ, ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ ത്രിമൂർത്തികളാണ്. അതിനപ്പുറവും രണ്ടുപേര് മഹേശ്വരനും സദാശിവനും കൂടി പഞ്ചബ്രഹ്മഭാവത്തിലെല്ലാം വന്നു കഴിയുമ്പോഴേ പൂർണ്ണതയുള്ളൂ. അതാണ് പരബ്രഹ്മസ്വരൂപം. ഇതെല്ലാം തന്നെ ഉരുത്തിരിഞ്ഞത് ഏക ബ്രഹ്മം എന്ന് പറയുന്ന ശിവനിൽ നിന്നാണ് എന്നാണ് നാം പഠിക്കേണ്ടത്. ശിവൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു, വിഷ്ണു എന്ന് പറഞ്ഞാൽ ശിവൻ, യാതൊരു വ്യത്യാസവുമില്ല എന്ന് ഇപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ എല്ലാ തരത്തിലും പരമ്പൊരുളായിരിക്കുന്ന ശിവനെ ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടും അദ്ദേഹം സഞ്ചരിക്കുന്ന വൃഷം എന്ന് പറയുന്ന നന്ദികേശ്വരൻ, കാള, അതുപോലും ധർമ്മമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയിലാണ് 4 കാലുകൾ കാളയുടേത്. അത് ധർമ്മത്തിൻ്റെ 4 പാദങ്ങളാണ്. അങ്ങനെ എല്ലാ തരത്തിലും ധർമ്മത്തിൻ്റെ പ്രാധാന്യമർഹിക്കുന്നൊരു കഥാഗോളമായിട്ട് ഈ ദക്ഷയാഗം കഥയെടുക്കണം. ഭാഗവത്തിൽ അങ്ങനെയാണിത് നിബന്ധിച്ചിരിക്കുന്നത്, നിഷ്കർഷിച്ച് അത്തരത്തിലാണ് ചതുർത്ഥ സ്കന്ധത്തിലെ പ്രകരണങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദക്ഷയാഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് തന്നെ കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തമാനസം, ശിവനെപ്പറ്റി അല്ലെങ്കിൽ രുദ്രനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്രയോഗം തന്നെ വളരെ കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തമാനസം, 2ാമത്തെ ശ്ലോകമാണ്. ചതുർത്ഥ സ്കന്ധത്തിൽ 2ാമത്തെ അധ്യായത്തിൽ 2ാമത്തെ ശ്ലോകം. കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹത്. ശിവനെ ആരോപിക്കാവുന്ന, ശിവനിൽ കൊടുക്കാവുന്ന സകല ഗുണങ്ങളോടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ചരാചര ഗുരുവാണ്, നിർവൈരൻ, ആരോടും പ്രത്യേകിച്ച് വൈരവോ സ്നേഹമോ അതൊന്നും ഇല്ലാത്തൊരു നിർമ്മമ ഭാവം, അത് ബ്രഹ്മത്തിൻ്റെ ലക്ഷണവുമാണ്. ശാന്തവിഗ്രഹം, അപ്പോൾ അങ്ങേയറ്റത്തെ ശാന്തി കുടികൊള്ളുന്ന ഒരു സ്വരൂപമാണ് അദ്ദേഹത്തിൻ്റേത്. ആത്മാരാമനാണ്, സദാ ആത്മാവിൽ രമിക്കുന്നവനാണ്. അതുപോലെ ആരോടെങ്കിലും ഇങ്ങനെ ദേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ ആ സംഭവമാണ് ഈ കഥ അല്ലെങ്കിൽ ദക്ഷയാഗം നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. എങ്ങനെ ദേഷ്യം പൂണ്ടു എന്ന്. അപ്പോൾ ഇവിടെ ദേഷ്യം പൂണ്ടു എന്ന് പറയുമ്പോഴും ഭാഗവത്തിലെ ആ രുദ്രൻ്റെ ഭാവം നമ്മൾ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ആചാര്യന്മാരെല്ലാവരും പറയും, ഈ പറയുന്ന ചതുർത്ഥ സ്കന്ധത്തിലെ ആദ്യത്തെ 7 അധ്യായങ്ങളെ കൊണ്ടാണ് ദക്ഷയാഗം കഥ പൂർണ്ണമായിട്ടും അവതരിപ്പിക്കുന്നതെന്ന്. ആദ്യത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദക്ഷയാഗത്തിലേക്ക് കടക്കുന്നില്ല എങ്കിൽ കൂടി മൊത്തം 7ാമത്തെ അധ്യായത്തിലാണ് ഇതെല്ലാം തീരുന്നത്. അങ്ങനെ 7 അധ്യായങ്ങൾ സപ്തശുദ്ധിയെ പ്രതിനിധീകരിക്കുന്നു എന്നൊരു കാര്യവും കൂടി ആചാര്യന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സപ്തശുദ്ധി, ശരീരത്തിലെ സപ്തധാതുക്കളെയെല്ലാം ശുദ്ധീകരിക്കുന്നൊരു മാന്ത്രിക പ്രയോഗം നമ്മുടെ ഇടയിലുണ്ട് ശരീരശുദ്ധിയിൽ. അപ്പോൾ ശരീരം ഉണ്ടായിട്ടുള്ള പഞ്ചഭൂതങ്ങളും അതിനെ കരുക്കളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്ന പഞ്ചതന്മാത്രകളും ഇതെല്ലാം തന്നെ കടന്നുകൂടിയിട്ട് സപ്തധാതുക്കളെന്ന് പറയുന്ന മജ്ജ, മാംസം, അസ്ഥി ഇത്യാദി കാര്യങ്ങളും അതിനെ എല്ലാം തന്നെ ശുദ്ധീകരിക്കുന്നതാണ് സപ്തശുദ്ധി എന്ന് പറയുന്ന മാന്ത്രികമായിട്ടുള്ള വിഷയം. ഇവിടെ സപ്തശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതാവിൻ്റെ ശുദ്ധി, പിതാവിൻ്റെ ശുദ്ധി, തദ്വാര ഉണ്ടാകുന്ന ആത്മശുദ്ധി, അവർ കഴിക്കുന്ന ആഹാരം കൊണ്ടുള്ള ശുദ്ധി, അതിലൂടെ വരുന്ന പരമ്പരയുടെ ശുദ്ധി, വംശത്തിൻ്റെ ശുദ്ധി, നമ്മളെവിടെയാണ് ഇരിക്കുന്ന പ്രദേശത്തിൻ്റെ ശുദ്ധി, കാലത്തിൻ്റെ ശുദ്ധി, ഇങ്ങനെയാണ് സപ്തശുദ്ധികൾ. അപ്പോൾ ഇതെല്ലാം തന്നെ വാസ്തവത്തിലൊരു മന്ത്രത്തെ ശക്തമാക്കി തീർക്കുന്നു, അഥവാ മനനത്തെ ശക്തമാക്കി തീർക്കുന്നു, അഥവാ ഈ പറയുന്ന യോഗാദികളെയെല്ലാം തന്നെ ശക്തമാക്കി തീർക്കുന്നു എന്ന് ചുരുക്കം. എല്ലാം വേണം. കാലം നന്നാകണ്ടേ, വംശം നന്നായിട്ടിരിക്കണ്ടേ, ദേശം സ്വച്ഛമായിരിക്കണ്ടേ, അപ്പോൾ അച്ഛനമ്മമാരെല്ലാവരും യോഗ്യന്മാരും ശുദ്ധന്മാരുമായിരിക്കണ്ടേ. അതിലൂടെ വംശം എന്ന് പറയുന്നത് ശുദ്ധമായില്ലെങ്കിൽ എന്തു ചെയ്യും? മന്ത്രം ശുദ്ധമാകണം. അങ്ങനെ എല്ലാ തരത്തിലുള്ളൊരു ശുദ്ധി ഈ 7 അധ്യായങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് കൂടി ചുരുക്കം. അപ്പോൾ ധർമ്മത്തിന് ഉപോത്ബലകമായിട്ട് ഒരു ശുദ്ധി, ആ ശുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും എല്ലായിടത്തും. അപ്പോൾ എല്ലാ തരത്തിലും എന്ന് പറയുമ്പോൾ അച്ഛൻ ശുദ്ധൻ, അച്ഛനിൽ നിന്നുണ്ടാകുന്ന മകൻ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശുദ്ധി, അതുപോലെ തന്നെ അമ്മയുടെ ശുദ്ധി, അങ്ങനെ വംശത്തിൻ്റെ ശുദ്ധി, അന്നത്തിൻ്റെ ശുദ്ധി, അങ്ങനെ ആത്മാവിൻ്റെ ശുദ്ധി, ഇങ്ങനെ വന്നാണ് മന്ത്രത്തിൻ്റെ ശുദ്ധി, ദേശകാലങ്ങളുടെ എല്ലാം തന്നെ ശുദ്ധി. അപ്പോൾ ഇത്തരത്തിലുള്ള ശുദ്ധിയുടെ പ്രതീകങ്ങളായിട്ട് 7 അധ്യായങ്ങളെ പറ്റി പറയുന്നിടത്താണ്
ദക്ഷാകഥയിലൂടെ ആമുഖമായിട്ട് കുറിക്കുന്നു. കസ്തം ചരാചരഗുരു നിർവൈരം ശാന്ത വിഗ്രഹം ആത്മാരാമം കഥം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹത്. അപ്പോൾ ജഗത്തിൻ്റെ ഈശ്വരനായിരിക്കുന്ന ഇദ്ദേഹം ആത്മാരാമനായിരിക്കുന്ന ഗുരുവായിരിക്കുന്ന ചരാചര ഗുരു, നമ്മൾ ശിവനെ കാണേണ്ടത് ഗുരു എന്നുള്ള മട്ടിൽ തന്നെയാണ്. ശിവപുരാണത്തിലാണ് വിഷ്ണുവിൻ്റെ ഒരു ഭാഗമായിട്ട് വരും ഈ പറയുന്ന ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ നാഭീപത്മത്തിൽ നിന്ന് ജനിക്കുന്നു. ആ കഥ അങ്ങനെ പോകുമ്പോൾ ശിവപുരാണത്തിൽ പറയുന്ന ഇടംവലം ഭാഗങ്ങളിൽ നിന്ന് വിഷ്ണുവും ബ്രഹ്മാവും ജനിച്ചു എന്നാണ് പരബ്രഹ്മത്തിൻ്റെ. അങ്ങനെ പരബ്രഹ്മത്തിൻ്റെ ഇടംവലം ഭാഗങ്ങളിൽ നിന്ന് ബ്രഹ്മാവിഷ്ണുക്കൾ ജനിച്ചിട്ട് ബ്രഹ്മാവിൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് രുദ്രൻ ജനിച്ചു എന്നാണ്. ഈ ഇടം വലം ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഇടാപിങ്കളായി എന്ന് പറഞ്ഞ രണ്ട് നാഡികളായിട്ട് വരുമ്പോൾ അവ വന്നു ചേരുന്ന ഭ്രൂമധ്യം, അത് ആജ്ഞാചക്രം എന്ന് പറയുന്നത് രുദ്രൻ്റെ ഗ്രന്ഥിയുമാണ്. അവിടെ നിന്നാണ് പൊട്ടി പുറത്തേക്ക് വരുന്ന നീലലോഹിതൻ എന്ന് പറയുന്ന രുദ്രൻ. അപ്പോൾ അങ്ങനെയാണ് രുദ്രാവതാരം ശിവപുരാണത്തിലായാലും ഇനി ഭാഗവതത്തിൽ ഈ പറയുന്ന തൃതീയ സ്കന്ധത്തിൽ നമ്മൾ 13ാമത്തെ അധ്യായത്തിലും വായിക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ. അപ്പോൾ എല്ലാ തരത്തിലും അവതാരങ്ങളെല്ലാം തന്നെ ഒരേപോലെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന പുരാണങ്ങളിൽ ഇവിടെയും രുദ്രൻ ജനിക്കുന്നത് ബ്രഹ്മാവിൻ്റെ നെറ്റിത്തടത്തിൽ നിന്നാണ്. അങ്ങനെ ജനിച്ചു വീണ നീലലോഹിതൻ എന്ന് പറയുന്ന രുദ്രനോട് വീണ്ടും വീണ്ടും സൃഷ്ടിക്കാൻ പറഞ്ഞപ്പോൾ തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈലാസത്തിലേക്ക് പോയി എന്നും അവിടെ സകല ചരാചരങ്ങൾക്കും മോക്ഷമേകുന്ന ഗുരുവായിട്ടിരിക്കാമെന്ന് സമ്മതിച്ചാണ് പോയതെന്നും ശിവപുരാണം ഘോഷിക്കുന്നുണ്ട്. ഗുരുവാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ശിവനെ ഗുരുരേവ ശിവസ്വയം എന്ന് തന്നെയാണ് പറയുക. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ എന്നാണ് നമിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ശിവൻ ഗുരുവാണ്. ആ ഗുരുവായിരിക്കുന്ന ശിവനെയാണ് ഇവിടെ ചരാചര ഗുരും നിർവൈരം ശാന്തവിഗ്രഹം. അദ്ദേഹമാണ് വാസ്തവത്തിൽ എങ്ങനെ ഈ ദ്വേഷം ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെയാണ് ദേഷിച്ചത് ഈ പറയുന്ന ദക്ഷനുമായിട്ട്, അങ്ങനെയുള്ള കഥകളിലേക്കൊക്കെ കടന്നു പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടങ്ങി വച്ചത് തൃതീയ സ്കന്ധത്തിലെ വൈകുണ്ഠത്തിൽ എത്തി നോക്കിക്കൊണ്ടിരുന്ന കാവൽക്കാരെ ഉരുണ്ടു വീണ് അങ്ങോട്ടേക്ക് പതിക്കാതെ ഇങ്ങോട്ടേക്ക് പതിച്ചപ്പോൾ സംസാരത്തിൽ ജനിച്ചു വീണവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ അവതരിച്ചു പോകുന്ന കഥാഗോളങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗവതത്തിലാണ് പരമാചാര്യനായിരിക്കുന്ന കപിലവാസുദേവനെ അവതരിപ്പിച്ചുകൊണ്ട് തൃതീയ സ്കന്ധം അവസാനിപ്പിച്ചത്. ആ തൃതീയ സ്കന്ധത്തിൽ അവസാന ഭാഗത്ത് വരുന്ന അദ്ദേഹം ഏതൊരു പരമഹംസ പദവിയാണോ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത്, അച്ഛനെ ഉപദേശിച്ചു കൊടുത്ത്, അച്ഛനെ സ്വസ്ഥനും സ്വതന്ത്രനുമാക്കിയത്, അതേപോലെ തന്നെ മോക്ഷമായിരിക്കുന്ന അമ്മയ്ക്ക് മോക്ഷവും നൽകിയത്, അതിലൂടെ കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന അദ്വൈതജ്ഞാനം അത് ഊട്ടി ഉറപ്പിക്കലാണ് ചതുർത്ഥ സ്കന്ധത്തിലെ കഥാഗോളങ്ങളിലൂടെ നമ്മൾ സാധിച്ചെടുക്കുന്നത്. ആരാണ് പരബ്രഹ്മം എന്ന് ഈ ഭാഗവതം തന്നെ പറയുന്നുണ്ട്. പരബ്രഹ്മം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത എന്ന് പറയുന്ന അദ്വൈതജ്ഞാനമാണ്. രണ്ടെന്നുള്ള മട്ട് പാടില്ല എന്ന്. ഇനി നമുക്ക് ഈ കഥയിലേക്ക് കടക്കുമ്പോൾ ഏതായാലും ദക്ഷപ്രജാപതി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് സതി എന്ന് പറയുന്ന മകൾ ഉണ്ടായത്. ദക്ഷപ്രജാപതി സാക്ഷാൽ പരാശക്തിയെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിച്ചുകൊണ്ട് വരലബ്ധനായിരിക്കുന്ന ദക്ഷപ്രജാപതിക്ക് ഒരു കുട്ടിയെ കിട്ടി. അതാണ് സതി എന്നാണ് കഥ. പുരാണങ്ങളിൽ നിന്ന് പുരാണങ്ങളിലേക്ക് കടക്കുമ്പോൾ സതി എന്ന് പറയുന്ന ദേവി അസിക്നിയിൽ ജനിച്ചു അല്ലെങ്കിൽ പ്രസവിച്ച് ഉണ്ടായി എന്ന് കഥ വായിക്കുമ്പോൾ സ്കന്ദപുരാണാന്തർഗതമായിട്ടുള്ള കഥയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ ഈ സതീദേവി ഒരു ശംഖിൻ്റെ രൂപത്തിൽ യമുനയുടെ നദീതടത്തിൽ വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കളുടെ ഇടയിലുള്ള ഒരു ഇലയിൽ കണ്ടു എന്നാണ്. അപ്പോൾ പലതരത്തിൽ നമ്മുടെ പുരാണങ്ങളെല്ലാം തന്നെ വ്യത്യസ്തങ്ങളും വൈവിധ്യവും വൈരുദ്ധ്യമൊക്കെ ഇങ്ങനെ നിറഞ്ഞ പല പല കഥാഗോളങ്ങൾ കാണാം. അവയിലൂടെ മനനം ചെയ്തുകൊണ്ട് ദൃഢമായിട്ടുള്ളൊരു പ്രജ്ഞ ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എങ്ങനെയായാലും സതീദേവി ജനിക്കുന്നു. ആ കുട്ടിയെ വാസ്തവത്തിൽ വളർത്തിക്കൊണ്ടുപോരുന്നത് സാക്ഷാൽ ജഗദീശ്വരനായിരിക്കുന്ന രുദ്രൻ്റെ പത്നിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനും കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ബ്രഹ്മാവിന് പത്നിയുണ്ട്, വിഷ്ണുവിന് പത്നിയുണ്ട്. രുദ്രൻ പത്നിയില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ദക്ഷപ്രജാപതി ഇങ്ങനെ തപസ്സനുഷ്ഠിച്ചത്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും പ്രേരണ അതിൻ്റെ പുറകിലുണ്ട്. അങ്ങനെ ജനിച്ചു വീണ സതിയെ ഈ ശിവപെരുമാൾ അല്ലെങ്കിൽ രുദ്രനുമായിട്ട് വിവാഹം കഴിപ്പിക്കുകയാണ്, കൈലാസനാഥനുമായിട്ട്. അപ്പോൾ ഏതായാലും നമുക്കിവിടെ പല പല കാര്യങ്ങൾ ചിന്തിക്കാനുള്ള വിഷയങ്ങളിലൊന്ന്, സതിയും ഭഗവാൻ രുദ്രദേവനും തമ്മിൽ വിവാഹിതരായി അവരുടെ ദാമ്പത്യ ജീവിതം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യജ്ഞവേദിയിലേക്ക് കടന്നു വന്ന ദക്ഷപ്രജാപതി അദ്ദേഹത്തെ വാസ്തവത്തിൽ മാനിച്ചില്ല പോലും. ഈ രുദ്രൻ ഏതൊരു യജ്ഞത്തിനൊരു ഹവർഭാഗം അനുവേക്ഷണീയമായിട്ട് കിട്ടാൻ അർഹതയുള്ള ഇദ്ദേഹം ഇരിക്കുന്നിടത്ത് നിന്ന് രുദ്രൻ എഴുന്നേറ്റില്ല.
തൻ്റെ മകളുടെ ഭർത്താവായിട്ടും എഴുന്നേറ്റില്ല എന്നുള്ള ആ കുറ്റം ആരോപിച്ചുകൊണ്ട് ദക്ഷൻ കുപിതനായി. അവിടെ ഒരു ശാപത്തിൻ്റെ കോലാഹലം കാണാം. അതൊന്നും നമ്മുടെ പ്രസംഗ വിഷയമല്ല. അവിടെ ദക്ഷ പ്രജാപതി ശപിക്കുന്നു, ദക്ഷനെ നന്ദികേശ്വരൻ ശപിക്കുന്നു, അങ്ങനെ കോലാഹലം. അപ്പോൾ എല്ലാ തരത്തിലും ആ ശാപത്തിൻ്റെ ഫലം മാത്രമല്ല, അതിന് പിന്നാലെ ദക്ഷന് കടുത്ത വിരോധമാണ് തൻ്റെ മകളുടെ ഭർത്താവിനോട്. പകരം വീട്ടാനാണെന്ന് തോന്നും ദക്ഷപ്രജാപതി പിന്നാലെ യാഗം നടത്തുന്നത് സാക്ഷാൽ ഈശ്വരനെ വിളിക്കാതെ കൈലാസനാഥനായിരിക്കുന്ന രുദ്രനെ ക്ഷണിക്കാതെയാണ്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ കടന്നു വന്നിരിക്കുന്ന പല പല താത്വികമായിട്ടുള്ള വിശകലനത്തിന് വിധേയമാകേണ്ട വസ്തുതകളുമുണ്ട്. ഓരോന്നോരോന്നായിട്ട് നോക്കുന്ന അപഗ്രഹിച്ച് നോക്കാം. ശാന്തവിഗ്രഹനായിരിക്കുന്ന, നിർവൈരനായിരിക്കുന്ന, ചരാചര ഗുരുവായിരിക്കുന്ന ഇദ്ദേഹത്തിന് ദേഷ്യമില്ലാത്തൊരവസ്ഥ ഉള്ള സാക്ഷാൽ ജഗദ്ഗുരുവായിരിക്കുന്ന, ഈ ചരാചര ഗുരുവായിരിക്കുന്ന സാക്ഷാൽ രുദ്രനോട് ഈ പറഞ്ഞ ദക്ഷപ്രജാപതിക്ക് കോപം തോന്നിയത് രണ്ട് തലത്തിലാണ്. രുദ്രൻ്റേതായുള്ള ഭാവമല്ല ഈ പറയുന്ന പ്രജാപതി എന്നുള്ള പേരിന് അർഹതയുള്ള ദക്ഷൻ്റേത്. ദക്ഷൻ്റെ സ്ഥാനം പ്രാപഞ്ചികമായതുകൊണ്ട് ഇത്തരത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ പകകൾ പോക്കുന്നതിനുള്ള കാരണങ്ങളുണ്ടാകും. അവരത്തരത്തിൽ പ്രവർത്തിച്ചെന്ന് വരും. കാരണം എന്താ? അവർ പ്രാപഞ്ചികന്മാരാണ്. ദക്ഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കാര്യക്ഷമതയുള്ള, ദക്ഷതയുള്ള, വ്യവഹാരകുശലനായിട്ടുള്ള വ്യക്തി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ എന്തും ചെയ്യാൻ തൻ്റെ ഇടമുള്ളൊരു വ്യക്തിത്വം എന്ന് മാത്രമല്ല ഒരു അഹങ്കാരി കൂടിയാണ്. ദക്ഷൻ എന്ന് പറയുമ്പോൾ പ്രജാപതിയായതുകൊണ്ട്, പ്രപഞ്ചത്തിൻ്റെ എല്ലാം തന്നെ എല്ലാ സൃഷ്ടജാലങ്ങളുടെയും ഉടമയായതുകൊണ്ട്, ഇതിലെല്ലാത്തിനും കാരണക്കാരൻ താനാണെന്ന് കണ്ടുകൊണ്ട് ദുരഭിമാനം കടന്നു വന്ന അഹങ്കാരിയാകാൻ ഇടയുള്ള ഒരു പദവി കൂടിയാണ് ദക്ഷപ്രജാപതിയുടേത്. അതാണ് ഇവിടെയും സംഭവിച്ചത്. തന്നെ മാനിക്കണം, തന്നെ എല്ലാവരും അനുസരിക്കണം എന്നുള്ള ചിന്താഗതി കൂടി വച്ചു പുലർത്തുന്നൊരു വ്യക്തിത്വമാണ്. അപ്പോൾ തൻ്റെ മകളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ തന്നേക്കാൾ തരം താണം, തന്നെ അനുസരിക്കേണ്ട, സ്നേഹിക്കേണ്ട, സേവിക്കേണ്ട, എഴുന്നേറ്റ് നിന്ന് ആദരിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള മട്ടിലാണ്. അത് കിട്ടാതെ പോയപ്പോൾ കുപിതനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശാപവചസ്സുകളെല്ലാം തന്നെ ഉണ്ടായത്. എന്തുമാകട്ടെ, ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വളരെ വ്യക്തമാക്കി 4-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൽ എന്തു വന്നാലും കുലുങ്ങാത്ത പരബ്രഹ്മഭാവം, ധർമ്മത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന രുദ്രൻ അവിടെ വാസ്തവത്തിൽ യാതൊരു വൈരവുമില്ലാത്തൊരു വ്യക്തിയാണെന്ന് സൂചിപ്പിച്ചു. എന്തേ ഇത് എന്ന് നമുക്ക് പിന്നാലെ നോക്കുമ്പോൾ കാണാൻ കഴിയും. ഏതായാലും ദക്ഷയാഗം എന്ന് പറയുന്നൊരു യാഗം ഇദ്ദേഹം നടത്താൻ തുനിയുകയാണ് ദക്ഷപ്രജാപതി. മനഃപൂർവ്വമാണെന്ന് തോന്നുന്നു. എല്ലാവരെയും വിളിച്ചു, ഒരാളെ മാത്രം വിളിച്ചില്ല. തൻ്റെ മകളുടെ ഭർത്താവായിരിക്കുന്ന രുദ്രനെ വിളിച്ചില്ല. അതായത് രുദ്രനോടൊപ്പം തൻ്റെ മകളെയും വിളിച്ചില്ല. അവരെ ഉപേക്ഷിച്ചു. കൈലാസത്തെ ഉപേക്ഷിച്ചുകൊണ്ടൊരു യാഗം നടത്തുന്ന വേദിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗം. എല്ലാ കഥകളിലും എല്ലാ പുരാണങ്ങളിലും കാണുന്ന രംഗവും അതുതന്നെയാണ്. അപ്പോൾ രുദ്രനെ വിളിക്കാതെ, അതായത് ഈശ്വരനെ വിളിക്കാതെ, അതായത് ഈശ്വര സാന്നിധ്യമില്ലാതെ ദക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രാപഞ്ചികൻ അഥവാ തൻ്റേതായിട്ടുള്ള അഹങ്കാരമെല്ലാം തന്നെ മുറ്റിനിൽക്കുന്നൊരു വ്യക്തി, അയാൾ ഈശ്വര സാന്നിധ്യം കൂടാതെ ഒരു യജ്ഞം നടത്തിയെന്ന് ചുരുക്കം. യജ്ഞമെന്ന് നമ്മൾ പറയുമ്പോഴേ തന്നെ അതിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഇന്നെവിറ്റബിൾ, അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. ഈശ്വരൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ, ഈശ്വരൻ്റെ സമർപ്പണമില്ല എങ്കിൽ അതിനെ യജ്ഞം എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു കർമ്മം. അപ്പോൾ അത്തരത്തിൽ ഈ ദക്ഷയജ്ഞം എന്ന് പറയുന്നത് ഈശ്വരാർപ്പിത ബുദ്ധിയോടുകൂടി ചെയ്യാത്ത ഒന്നായതുകൊണ്ട് അതിന് വരുന്ന വികലത, അതിലൂടെ കടന്നു വരുന്ന വിധ്വംസനം, ഇതെല്ലാം തന്നെ നമ്മൾ വായിക്കുന്നു. എല്ലാ തരത്തിലും ദക്ഷൻ കേമമായിട്ട് ഈ യാഗം നടത്തുന്ന വിവരം പാർവതിയുടെ വീട്ടിലും എത്തിയപ്പോൾ നമ്മൾ പറയുന്ന സതി, പാർവതിയുടെ മുജ്ജന്മം. ഏതായാലും സതിയുടെ വീട്ടിലെത്തിയപ്പോൾ സതീദേവിക്ക് പോകണമെന്നൊരാഗ്രഹം. ഇതിനെ നമ്മൾ ഭാഗവത ഭാഷയിൽ പഠിക്കേണ്ടത് ലോകേഷണ. ലോകേഷണ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ളതൊക്കെ കാണണം, അവിടെയുള്ള ബന്ധങ്ങളെല്ലാം തന്നെ സ്ഥാപിക്കണം, ബന്ധങ്ങൾക്ക് വില കൊടുക്കണം, അച്ഛനമ്മ സഹോദരങ്ങൾ എന്നുള്ള ഭാവമെല്ലാം തന്നെ പെട്ടെന്ന് വിടാൻ പറ്റില്ല. ഇതാണ് ലോകേഷണ. അപ്പോൾ എല്ലാ തരത്തിലും സതിക്കും തൻ്റെ അച്ഛനമ്മമാരെ കാണണം എന്നുള്ള ആഗ്രഹം മാത്രമല്ല, തൻ്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിൻ്റെ മഹത്വം, അതിൻ്റെ ആ ഗംഭീരമായിരിക്കുന്നൊരവസ്ഥ, ഇതെല്ലാം തന്നെ ഉത്സവകോലാഹലം കാണണമെന്നുള്ളൊരു ചെറിയ ബുദ്ധി അവളിൽ അങ്കുരിച്ചിട്ടാണ് ദക്ഷയാഗവേദിയിലേക്ക് സതി കടന്നു ചെല്ലുന്നത്. ഓർക്കണം, ദക്ഷൻ എന്ന് പറയുന്ന കഥാപാത്രം തൻ്റെ മകളുടെ ഭർത്താവായിരിക്കുന്ന രുദ്രനെ വിളിക്കാത്തിടത്തേക്ക് രുദ്രഭഗ്നിയായിരിക്കുന്ന മകളാണെങ്കിലും ആ സതീദേവി കടന്നു ചെല്ലുകയാണ്. പലപ്പോഴും ഈ രംഗത്തെ വളരെ രൂക്ഷമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. കഥകളിയിൽ പോലും യാഗശാലയിൽ നിന്ന് പോകജവാൽ ഭൂദേശതയിലേ
എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദക്ഷൻ മകളെ ശാസിക്കുന്നുണ്ട്. നിന്നോട് ആരാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? നീ ഇവിടെ നിന്ന് വേഗം തന്നെ കടന്നു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷപ്രജാപതി തൻ്റെ മകളുടെ ഭർത്താവായിരിക്കുന്ന രുദ്രനെ അധിക്ഷേപിക്കുന്ന രംഗമാണ് പിന്നെ നമ്മൾ കാണുന്നത്. തൻ്റെ മകളുടെ ഭർത്താവ് ഈശ്വരനാണെന്നുള്ള ബോധമെല്ലാം തന്നെ വിട്ടിട്ട് അവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇതര പുരാണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദക്ഷപ്രജാപതിയോട് ബ്രഹ്മാവിഷ്ണുക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ജഗന്മാതാവായിരിക്കുന്ന പരാശക്തിയെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിച്ച് പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങി തൻ്റെ മകളായിട്ട് ജനിക്കുന്നത് രുദ്രൻ പത്നിയില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ആ അഭാവം ഇല്ലാതെയാക്കാൻ വേണ്ടി രുദ്രപത്നിയായിട്ട് ഈ മകളായിട്ട് ചോദിച്ചു വാങ്ങിയതാണ് പരാശക്തിയെ. എന്നിട്ട് പോലും ഈ പറയുന്ന ദക്ഷപ്രജാപതി അത് വിട്ടുപോയി. നമുക്ക് നല്ലൊരു വാണിംഗ് അല്ലെങ്കിൽ നല്ലൊരു താക്കീത് നൽകുകയാണ് ഈ പുരാണ കഥ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും പ്രാപഞ്ചിക വ്യവഹാരങ്ങളിൽ പെട്ടുകൊണ്ട് ഈശ്വരനെ മറന്നുപോകും. ഈശ്വരനെ ഓർക്കാനുള്ള അവസരം കിട്ടിയാൽ പോലും അതെല്ലാം തന്നെ വിസ്മരിച്ചു പോകും. അതരുതേ എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്. നല്ലൊരു വാണിംഗാണ്. അപ്പോൾ എല്ലാ തരത്തിലും എന്തിനു വേണ്ടിയിട്ടാണ് ഈ സതീദേവി ഉണ്ടായതെന്നും സതീദേവിയെ രുദ്രന് ഭാര്യയായിട്ട് നൽകിയത് എന്തിനാണ് എന്നും അറിയാവുന്നൊരു വ്യക്തി പ്രാപഞ്ചികനായി പോയതുകൊണ്ട് ദക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ഒരഹങ്കാരിയായി പോയതുകൊണ്ട് എന്തുപറ്റി? അദ്ദേഹത്തെ വിളിച്ചില്ല, ബാക്കി എല്ലാവരെയും വിളിച്ചു. നിസ്സാരമായിട്ടുള്ള വ്യക്തി താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അകൽച്ച കൊണ്ടോ ഈശ്വരനെ ഉപേക്ഷിക്കുന്ന രീതി, എനിക്കെന്തെങ്കിലും നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് വഴിപാടുകൾ നടത്തിയിട്ട് കിട്ടിയില്ല എങ്കിൽ ഗുരുവായൂരപ്പനോടോ തിരുപ്പതി ഭഗവാനോടോ നമുക്കുണ്ടാകുന്ന ദേഷ്യം പോലെ പാടില്ല. അപ്പോൾ അതെല്ലാം തന്നെ നിസ്സാരമാണെന്ന് കണ്ട് അതിലൊന്നും യാതൊരു അർത്ഥമില്ല എന്ന് ബോധിക്കാൻ ഈ ദക്ഷപ്രജാപതിക്ക് സാധിച്ചില്ല. ആട്ടിപ്പായിക്കുകയാണ് തൻ്റെ മകളെ. ആര് പറഞ്ഞു നിന്നോട് ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ പല പല കാര്യങ്ങളും പറയുന്നുണ്ട്. ശിവ ശിവ എന്ന് പറയുന്ന രണ്ടക്ഷരത്തിൻ്റെ മഹത്വം അല്ലയോ അച്ഛ, അങ്ങ് മറന്നുപോയോ? അതിസുന്ദരമായിരിക്കുന്ന പ്രയോഗം. എല്ലാവരും വാസ്തവത്തിൽ അങ്ങേയറ്റം വാസ്തവത്തിൽ ബഹുമാനിക്കുന്ന ഒന്നാണ് ഈ ശിവൻ്റേതായിട്ടുള്ള ദ്വക്ഷരം എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ടക്ഷരം, അതിൻ്റെ മഹത്വം അങ്ങ് വിട്ടുപോയോ? അപ്പോൾ എല്ലാ തരത്തിലും ഇതെല്ലാം തന്നെ മനസ്സിലാക്കാതെ അങ്ങ് ചെയ്യുന്ന പ്രവൃത്തി നന്നാണോ നല്ലതാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ദേഷിക്കാൻ പാടില്ലാത്ത, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ആ ശിവനെ അങ്ങ് മറന്നിട്ട് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുന്നത് എന്തിന്? യദ്വക്ഷരം നാമ ഗിരേരിതം നൃണാം സകൃത്പ്രസംഗാദഘമാശുഖന്തി തത്. അഘമെന്ന് പറയുന്ന മഹാപാപം, അതെല്ലാം തന്നെ ഈ രണ്ടക്ഷരം ശിവ ശിവ എന്ന് പറയുന്ന രണ്ടക്ഷരം കൊണ്ട് ഇല്ലാതെയാകുമെന്ന് പറയുന്ന മഹത്വപൂർണ്ണമായിരിക്കുന്ന ശിവശബ്ദം യദ്വക്ഷരം നാമ ഗിരേരിതം നൃണാം സകൃത്പ്രസംഗാത് അഘമാശുഖന്തി തത് പവിത്രകീർത്തിം തമലംഘ്യശാസനം ഭവാനഹോ ദ്വേഷ്ടി ശിവം ശിവേതര. അങ്ങനെയുള്ള ശിവനെ, അങ്ങനെയുള്ള രുദ്രനെ, ഏതൊരു മഹത്വപൂർണ്ണമായിരിക്കുന്ന നാമമാണോ ശിവ എന്ന് പറയുന്ന രണ്ടക്ഷരം, അതുകൊണ്ട് സകല പാപങ്ങളും ഇങ്ങനെ ഇല്ലാതെയാകുമെങ്കിൽ അദ്ദേഹത്തെ അങ്ങ് മാനിക്കാതെ ദ്വേഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നത് ശരിയല്ല എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇതാര് കേൾക്കാൻ? അപ്പോൾ എല്ലാ തരത്തിലും പ്രപഞ്ചത്തിൽ മുറ്റി നിൽക്കുന്ന വാസനകൾ കൊണ്ട് വീർപ്പ് കൂട്ടുന്നൊരു വ്യക്തി നമുക്ക് ഇട്ടുതരുന്ന ഭാഗവതം ഇട്ടുതരുന്നത് സാധാരണക്കാരനായിട്ടുള്ളൊരു പ്രാപഞ്ചികൻ, അതായത് ബോധതലത്തിൽ ഈശ്വരചിന്ത ഉണരാത്തൊരു വ്യക്തി. ആരാണ് ഈശ്വരനെന്ന് വ്യക്തമായിട്ട് ധരിക്കാത്തൊരു വ്യക്തി. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന കൈലാസനാഥൻ ആര് എന്നറിഞ്ഞുകൂടാതെ അദ്ദേഹത്തെ ക്ഷണിക്കാതെ എല്ലാം തന്നെ തൻ്റെ കേമത്വം ഈ ഡംഭിനി യാഗം നടത്തുന്ന രീതിയിലൊരു യാഗം നടത്തിയത്. അതെല്ലാം തന്നെ ഇവിടെ പ്രത്യക്ഷത്തിൽ കാണാവുന്ന സംഗതി. അങ്ങനെയെല്ലാം തന്നെ ഉപദേശിച്ചിട്ട് ആര് കേൾക്കാൻ? അപ്പോൾ എല്ലാ തരത്തിലും ക്രുദ്ധനായിരിക്കുന്ന ഈ ദക്ഷൻ്റെ മുമ്പിൽ വെച്ച് ഇതെല്ലാം തന്നെ പറഞ്ഞിട്ട് യാതൊരു ഗുണമില്ല എന്ന് കണ്ടിട്ട് അമ്മ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. അതാണ് ഏറ്റവും പ്രസ്താവ്യമായിട്ടുള്ള മറ്റൊരു വിഷയം. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ, ധർമ്മം എന്ന് പറയുന്ന കാര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ട ജോലികളെല്ലാം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടു നടക്കാൻ പാടില്ലാത്ത ഒന്നാണ് നമ്മുടെ ശരീരം. ശ്രീരാമകൃഷ്ണപരമഹംസർ അദ്ദേഹത്തിൻ്റെ വചനാമൃതത്തിൽ പലയിടത്തും ഇങ്ങനെ പറയുന്നത് കാണാം. ശരീരം എന്ന് പറയുന്നൊരു തോണിയാണ്. ഈ ശരീരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന സംസാരം എന്ന് പറയുന്ന സാഗരത്തിൻ്റെ മറുകര കടക്കാൻ വേണ്ടിയിട്ടാണ്. ആ തോണിയിൽ അക്കരെ കടന്നു കഴിഞ്ഞാൽ പിന്നെ തലയിൽ ഈ തോണിയും വെച്ചുകൊണ്ട് നടക്കാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ശരീരം എന്ന് പറയുന്നൊരു ഉപാധി, അത് ഈ പറയുന്നതിൽ തോണിയായിട്ട് അത് ഉപയോഗിച്ച് അതിന് ഉപകാരമെല്ലാം തന്നെ അതിനോട് വാങ്ങിയിട്ട് സമുദ്രം തരണം ചെയ്യാനുള്ള ആ ഉപാധിയെ സ്വീകരിച്ച് അത് കഴിഞ്ഞാൽ
സമുദ്രത്തെ തരണം ചെയ്ത് കഴിഞ്ഞ് ശരീരം കൊണ്ട് നേടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ ശരീരം എന്ന് പറയുന്ന തോണിയും ചുമന്നുകൊണ്ട് നടക്കരുത് എന്ന് അദ്ദേഹത്തിൻ്റെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉപദേശമാണ്. അതേ രീതിയിലാണ് ഈ ശരീരം. പക്ഷേ ഈ ശരീരം കൊണ്ട് നേടണ്ടേ, നേടാനായിട്ടുള്ള യാതൊരു ശ്രമങ്ങളും നടത്താതെ തികച്ചും പ്രാപഞ്ചികനായിട്ട് ഈ പ്രപഞ്ചത്തിൽ മുറ്റി നിൽക്കുന്ന വാസനകളോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദക്ഷനെന്ന് വന്നപ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടുക? അപ്പോൾ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപകരണത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് വന്ന ഛേദം, ആ കേട് ഇദ്ദേഹത്തിനുമുണ്ട്. ആര് പറഞ്ഞിട്ടെന്ത് കാര്യം? പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ മകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാ ശരീരം? അപ്പോൾ ശരീരം എന്തിനെന്ന് കാണിക്കുന്ന ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് പതുക്കെ കടക്കാം. സതി എന്ന് പറയുന്നത് സത്തായിട്ടുള്ള ഈശ്വരനിൽ മനസ്സൂന്നിയവളാണ്. ഈശ്വരനെ വിട്ടിട്ട് മറ്റാരെയും പ്രേമിക്കാത്തവളാണ്. തൻ്റേതായിട്ടുള്ള അടുപ്പം മുഴുവൻ ഈശ്വരനോട് മാത്രം എന്ന് നിഷ്കർഷിച്ച് കൊണ്ടു നടക്കുന്നവളാണ്. അതാണ് സതി. അത്തരത്തിലുള്ള സതി എന്ന് പറയുന്നത് അക്ഷായിനി ഭഗവാനെ അല്ലാതെ മറ്റാരെയും കാക്ഷിച്ചിട്ടില്ല. വിവാഹം കഴിപ്പിച്ച് ദക്ഷപ്രജാപതി കൊടുത്തു, അതിനു മുമ്പ് ഇങ്ങനെയുള്ള തപസ്സൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ പോലും അവൾക്ക് ഈ പറയുന്ന രുദ്രൻ്റെ വാമഭാഗമല്ലാതെ മറ്റൊന്നും അലങ്കരിക്കാൻ ഇല്ല. അതാണ് അവളുടെ ഉറപ്പ്. അത്തരത്തിലുള്ള സതിയാണ്. ഇത് കണ്ടുകളയ അച്ഛൻ്റെ ഈ കോലാഹലം എന്ന് കണ്ടിട്ട് പോകുന്നതാണ്. ഇവിടെ വന്നപ്പോൾ കോലാഹലം ഒന്നുകൂടി രൂക്ഷമായി. അപ്പോൾ എല്ലാ തരത്തിലും ശരീരം കൊണ്ട് യാഗം നടത്തുമ്പോൾ ചിന്തിക്കുക, ശരീരം കൊണ്ട് യാഗം നടത്തുമ്പോൾ യോഗം കിട്ടാതെ അതിനെ ഇടയ്ക്ക് വെച്ച് നശിപ്പിക്കുന്ന ഗതികെട്ടൊരവസ്ഥ പ്രാപിച്ചേണ്ടതാണ്. ഈ പ്രാപഞ്ചികനായിട്ടുള്ള വ്യക്തി അത് ചെയ്യും. ശരീരം കിട്ടിയിട്ട് യോഗാവസ്ഥയെ പ്രാപിച്ച് നേടേണ്ട കാര്യങ്ങൾ നേടുന്നതിന് പകരം ശരീരത്തെയെല്ലാം തന്നെ വികൃതമാക്കിക്കൊണ്ട് വികലമായിട്ടുള്ള ചിന്താഗതിയിൽ വച്ചു പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി അതാണ് ഇവിടെ കാണുന്നത്. അതാണല്ലോ ഈ പറയുന്ന ശിവശബ്ദത്തെയും ശിവനെയും അല്ലെങ്കിൽ രുദ്രനെയും എല്ലാം തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കാതെയും ക്ഷണിക്കാതെയും ഒക്കെ പക വീട്ടുന്ന രീതിയിലൊരു യാഗം നടത്തുന്നത് തനിക്കുൽസിതമായിട്ടുള്ളൊരു ബുദ്ധി. ഏതായാലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം എന്താണ് ശരീരം കൊണ്ട് നേടേണ്ട യോഗം. തൻ്റെ തന്നെ മകൾ, ഈ ദക്ഷപ്രജാപതിയുടെ മകൾ സതി എന്നുള്ള അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന സത്തായിരിക്കുന്ന ഈശ്വരൻ മനസ്സൂന്നിയവൾ, കൈലാസനാഥനായിരിക്കുന്ന രുദ്രൻ്റെ പത്നിയായിട്ട് വർത്തിക്കുന്നവൾ എന്തു ചെയ്തു? ഇത്യധ്വരേ ദക്ഷമനോദ്യശത്രുഹൻ ക്ഷിതാ ഉദീജിം നിഷസാദശാന്തവാക്. ദക്ഷൻ്റേതായുള്ള ക്രൂരവാക്കുകളെല്ലാം തന്നെ കേട്ടു. അച്ഛൻ ഉച്ചരിക്കുന്ന വാക്കുകൾ ശിവനിന്ന അത് കേട്ടിട്ടെല്ലാം തന്നെ ഒട്ടും തന്നെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തൻ്റെ ചെവി കൊണ്ട് കേൾക്കാൻ അരുതാത്ത കാര്യങ്ങൾ കേൾക്കുന്ന ചെവി ഒത്തിപ്പിടിച്ചുകൊണ്ട് സഹിച്ച ആ ദേവി എന്ത് ചെയ്തു? കിഴക്കോട്ടേക്ക് ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് സ്പൃഷ്ട്വാ ജലം, ശരീരത്തിൽ ഇങ്ങനെ ജലമെല്ലാം തന്നെ പ്രോക്ഷിച്ചുകൊണ്ട് ശുദ്ധമാക്കിയെന്ന്. പ്രോക്ഷിക്കുക, തളിക്കുക. അപ്പോൾ ശരീരത്തെ ശുദ്ധമാക്കിക്കൊണ്ട് പീതതുകൂല സംവൃതം, നീല മഞ്ഞപ്പട്ടുടുത്തുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ ശരീരത്തെ ഒന്ന് സജ്ജമാക്കുകയാണ്. ഏതായാലും അച്ഛൻ ചൊല്ലിയ വാക്കുകൾ അച്ഛൻ നിഷിച്ച തൻ്റെ ഭർത്താവ് ഈശ്വരനെ പറ്റിയുള്ള വാക്കുകൾ കേൾക്കാൻ അരുതാത്ത വാക്കുകൾ കേട്ടതുകൊണ്ട് ശരീരത്തെ തന്നെ ത്യജിച്ച് കളയാം. ഏതൊരു പ്രാപഞ്ചികൻ്റെ വിത്തിൽ നിന്നാണോ ഞാൻ ജനിച്ചത്, അതിൽ കാരണക്കാരനായിരിക്കുന്ന പ്രാപഞ്ചികനായിരിക്കുന്ന ദക്ഷൻ്റെ മുൻപിൽ വെച്ച് തന്നെ, അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെ, ആ കാരണക്കാരൻ്റെ മുൻപിൽ വെച്ച് തന്നെ ആ ശരീരത്തെ കത്തിക്കാനുള്ള പുറപ്പാടാണ്. എന്തിനാ ശരീരം? കത്തിക്കാനുള്ളതാണ്. ശരീരത്തെ കത്തിക്കുക എന്ന് പറയുന്ന വളരെ രസകരമായിട്ടുള്ള പ്രവൃത്തി. അത് ആസ്വദിക്കുന്നത് ചുടലയിൽ വസിക്കുന്ന ശിവനുമാണ്. ചുടല. അപ്പോൾ ചുടല എന്ന് പറയുന്ന അവിടെ നൃത്തം ചെയ്തുകൊണ്ട് ചടുലമായിട്ടുള്ള നൃത്തമാണ്. അപ്പോൾ ചടുലമായിട്ടുള്ള താണ്ഡവമാടിക്കൊണ്ട് ചുടലയിൽ കത്തിയേരുന്ന മൃതശരീരങ്ങൾ, അതിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വമിക്കുന്ന എല്ലാ അഗ്നിയായാലും ധൂമപടലങ്ങളായത് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാത്മവിദ്യാലയത്തിലെ ശ്രേഷ്ഠമതിയായിട്ടുള്ളൊരു ഈശ്വര തത്വമാണ് ശിവൻ. അപ്പോൾ ഇവിടെ ഈ ശരീരത്തെ കത്തിക്കുക എന്ന് പറയുന്നൊരു പ്രവൃത്തി സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്നിപ്പോൾ നമ്മൾ മറ്റുള്ളവർ വേണം വിറകും അതും ഇതെല്ലാം ഇട്ട് നമ്മുടെ ശരീരത്തെ കത്തിക്കാൻ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സതി കാണിച്ചു തരുന്നു. സ്വന്തം ശരീരത്തെ കിഴക്കോട്ടേക്ക് ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് ശരീരത്തിൽ ജലം തളിച്ച് അതിനെ ശുദ്ധമാക്കി മഞ്ഞമുണ്ടയെല്ലാം തന്നെ ഉടുത്തുകൊണ്ട് നിമീല്യ ദൃക് യോഗപഥം സമാവിശത്, കണ്ണെല്ലാം തന്നെ വാസ്തവത്തിൽ അടച്ചുപൂട്ടിക്കൊണ്ട് യോഗ പദവിയെ അലങ്കരിച്ചു എന്നാണ്. ധ്യാനനിഷ്ഠയായി. ആ ശ്ലോകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ക്രുദ്ധമായിട്ടുള്ള വചസ്സുകൾ കേട്ട് അരുതാത്ത സങ്കേതത്തിൽ ചെന്ന് പ്രാപഞ്ചികത മുറ്റി നിൽക്കുന്നതിൻ്റെ അച്ഛൻ്റെ മുമ്പിൽ അപഹാസ്യമാകുന്ന രീതിയിലേക്ക് കടന്നു വന്ന മകൾ എന്തു ചെയ്തു? ഈശ്വരനിൽ യോഗപഥം സമാവിശത്, യോഗ പദവിയെ അലങ്കരിച്ചുകൊണ്ട് ഇത്യധ്വരേ ദക്ഷമനുദ്യശത്രുഹൻ ക്ഷിതാവുദീജിം നിഷസാദശാന്തവാക് സ്പൃഷ്ട്വാജലം പീത ദുകൂല സമൃതം
നിമീല്യതൃക് യോഗപഥം സമാവിശത്. അങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് എന്ത് ചെയ്തു? കൃത്വാ സമാനാവനിലൗചിതാസന. ഇവർക്ക് പ്രത്യേകിച്ചും യോഗാസനസ്ഥയായിട്ട് ഇരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്താ കാരണം? യോഗീശ്വരനായിട്ടുള്ള ആദിയോഗിയുടെ ഭാര്യയാണ്. ആ ഭാര്യ ആയതുകൊണ്ട് സ്വതസിദ്ധമായിട്ടുള്ള യോഗ അത് അവളിൽ നിക്ഷിപ്തമാണ്. യോഗപതി യോഗിനിയാണല്ലോ. പിന്നാലെ അക്കാര്യം നമുക്ക് പാർവതിയുടെ കാര്യം വരുമ്പോൾ കേൾക്കാൻ സാധിക്കും. ഇവിടെയും കൃത്വാ സമാനാവനിലൗ ജിതാസന. അപ്പോൾ എല്ലാ തരത്തിലും സമാന ഉദാന എന്നെല്ലാം പറയുന്ന പ്രാണാപാനന്മാരെ എല്ലാം തന്നെ സമമാക്കിക്കൊണ്ട് ജിതാസനയായി സ്വസ്ഥചിത്തയായി ആസനമെല്ലാം തന്നെ ഉറപ്പിച്ചുകൊണ്ടിരുന്ന് സോദാൻ ഉത്ഥാപ്യജ നാഭീ ചക്രത. നാഭീപത്മത്തിലൂടെ ഇങ്ങനെ ഉദാനനെയെല്ലാം തന്നെ കടത്തി മുകളിലേക്ക് കൊണ്ടുപോയി ശനെ ഹൃദിസ്ഥാപ്യ ഹൃദയത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ധിയോരസിസ്ഥിതം. അത് കഴിഞ്ഞ് ഇങ്ങനെ ഉരസിൽ നിന്ന് ഈ പറയുന്ന ഹൃദയഭാഗത്ത് നിന്ന് കണ്ഠത്തിലേക്ക് വിശുദ്ധ്യക്രത്തിലേക്ക് കൊണ്ടുപോയി ഭ്രൂർമധ്യം അനിന്യതാനയത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടോ ഏവം സ്വദേഹം മഹതാം മഹീയസ മുഖസ്ഥം ആരോപിതമംഗം ആദരാത് ജിഹാസതി ദക്ഷരുഷ മനസ്വിനി ദധാരഗാത്രേഷു അനിലാഗ്നിധാരണാം. ശരീരത്തിൽ സ്വതേയുള്ള കാറ്റിനെയും അഗ്നിയെയും ജ്വലിപ്പിച്ചുകൊണ്ട് ഏതൊരച്ഛൻ്റെ മകളാണോ അച്ഛൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഏതൊരു രുദ്രൻ്റെ മടിയിൽ ഇരുന്നു കൊണ്ട് ആസ്വദിച്ചിരുന്ന ആ അമ്മ ആ രുദ്രനെ തന്നെ ഈശ്വരനെ തന്നെ ചിന്തിച്ചുകൊണ്ട് സ്വശരീരം കത്തിച്ചു എന്നാണ്. അപ്പോൾ ഈ ശരീരത്തെ കത്തിക്കുന്ന രീതി ദക്ഷയാഗം, ഏതൊരു ദക്ഷയാഗം കഥയെടുത്താൽ ഇതേപോലെ കാണാം. ഭാഗവതം മാത്രമല്ല ഇതര പുരാണങ്ങളിലും. അപ്പോൾ എല്ലാ തരത്തിലും ഇങ്ങനെ ശരീരത്തെ ദഹിപ്പിക്കുക എന്നുള്ള ഒരു പ്രത്യേക സംഗതി നമ്മളിൽ നിക്ഷിപ്തമാണ്. ജനിച്ച മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് മരിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുക. അതിനെപ്പറ്റി 2 വാക്ക് ശ്രദ്ധിക്കാതിരുന്നാൽ ശരിയാവുകയില്ല. ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് എങ്ങനെ ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല മരണത്തിന് വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ആത്മഹത്യകൾ നടക്കുന്ന ഈ ലോകത്ത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോഴും സദാ ഇങ്ങനെ ആത്മഹത്യകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ശരീരം കിട്ടിയിരിക്കുന്ന ആത്മഹത്യ ചെയ്തുകൊണ്ട് ആ ശരീരത്തിൻ്റെ ഉപയോഗമെല്ലാം നിഷ്കരണം ത്യജിക്കാനുള്ളതല്ല. ആ ഉപയോഗത്തെ പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഒടുവിൽ ഉപേക്ഷിക്കുന്നു. അത് ആത്മഹത്യയല്ല. അതെങ്ങനെ ഉപേക്ഷിക്കണം? വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ യോഗാസനസ്ഥരാകൂ. ഇപ്പോൾ ഇൻ്റർനാഷണൽ യോഗ ഡേ ലോകമെമ്പാടും നമ്മുടെ പ്രധാനമന്ത്രിയെ തുടർന്ന് എല്ലാവരും യോഗത്തിൻ്റെ പിന്നാലെ കടന്നു വന്നു കഴിഞ്ഞു. അപ്പോൾ കാലദേശ എല്ലാത്തിനും അതീതമായിട്ട് നമ്മളെല്ലാവരും കാണുന്നൊരു പ്രത്യേക സ്ഥിതിവിശേഷം യോഗത്തെ എല്ലാവരും ആശ്ലേഷിക്കുകയാണ്. അതുപോലെ ആദിയോഗിയായിരിക്കുന്ന ഭഗവാന്റെ ധർമ്മപത്നി യോഗാരൂഢയായിട്ടിരുന്നു കൊണ്ട് ശരീരത്തിലുള്ള കാറ്റിനെയും അഗ്നിയെയും ജ്വലിപ്പിച്ചുകൊണ്ട് ശരീരത്തെ ദഹിപ്പിച്ചുവെന്ന് ഈ പറയുന്ന ഒരു പ്രാപഞ്ചികൻ്റെ മകളായിട്ട് ഇനി എനിക്കിരിക്കാൻ വയ്യ, സാക്ഷാൽ ഈശ്വരൻ്റെ പത്നിയായിരിക്കുന്ന ഞാൻ ഇതാ എൻ്റെ ശരീരത്തെ ത്യജിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ വിലയം പ്രാപിക്കുന്നു എന്നുള്ള മട്ടിൽ ധ്യാനനിമഗ്നമായിരിക്കുന്ന ഒരു യോഗി എപ്രകാരമാണോ യോജിപ്പിക്കുന്നത് എൻ്റെ ശരീരാന്തർഗതമായിട്ടുള്ള ആത്മാവിനെ, ആ ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് യോജിപ്പിക്കുന്ന രീതി നമുക്കിവിടെ കാണാം. ഒരു ജീവി, ഒരു ജീവിതം കിട്ടിയിരിക്കുന്നൊരു വ്യക്തി, ഇവിടെ പ്രകൃതി പുരുഷന്മാരുടെ സംയോഗമാണ് സത്യത്തിലുള്ളത്, സനാതനമായിട്ടുള്ളത്. പ്രകൃതി പുരുഷന്മാരെന്ന് പറയുന്ന ബ്രഹ്മത്തിൻ്റെ 2 ഭാവങ്ങൾ 2ആയിട്ട് പോയത് ദ്വയം അല്ലെങ്കിൽ ദ്വൈതം ആയിട്ട് തീർന്നത്, അതാണ് അപകടം. സംസാരത്തിന് കാരണം അതാണ്. അതിന് ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി അതിവിടെ കാണാം. ഒന്നുകൂടി പറഞ്ഞാൽ ഏതൊരദ്വയമായിരിക്കുന്നൊരവസ്ഥയാണോ പരമാത്മസംഗതി, അതിനെ അറിയലാണ് പരമാത്മജ്ഞാനം. അതാണ് അദ്വൈതജ്ഞാനം, അതാണ് ഈശ്വരൻ. അപ്പോൾ പ്രകൃതി എന്നും പുരുഷനെന്നും പറയുന്ന പാർവതീ പരമേശ്വരന്മാർ അല്ലെങ്കിൽ രുദ്രനും സതി എന്ന് പറയുന്ന 2 ഭാവങ്ങൾ, അത് ഒന്നിക്കുക എന്ന് പറയുന്ന രീതി, അത് അഗ്നി കൊണ്ട് ശരീരത്തെ കത്തിച്ച് ശരീരാന്തർഗതമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ആ ജീവന്മാർ അഥവാ ആ ഇൻഡിവിജ്വൽ സോൾ എന്ന് പറയുന്ന ജീവാത്മാ അത് സംയോജിക്കുന്നു. അതാണ് യോഗാവസ്ഥ. അപ്പോൾ യാഗം കൊണ്ട് കിട്ടേണ്ടതായ യോഗം ദക്ഷപ്രജാപതിക്കൊന്നും കിട്ടിയില്ല. പക്ഷേ കിട്ടിയത് ദക്ഷപുത്രിയായിരിക്കുന്ന സതീദേവിക്കാണ്. കാരണം തൻ്റെ ഭർത്താവ് ഈശ്വരനായിരുന്നിട്ട് കൂടി ആ ഈശ്വരനെ മനസ്സിലാക്കാൻ കഴിയില്ലാത്ത തൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ക്രുദ്ധവചസ്സുകൾ കേട്ടിട്ട് നിക്കക്കളിയില്ലാതെ ഞാൻ അവിടെ നിന്ന് പോന്നല്ലോ എന്നുള്ള പരിതാപത്തോടു കൂടി ഏതൊരു ഈശ്വരൻ്റെ അംഗത്തിലാണോ മടിത്തട്ടിലാണോ ഞാൻ സദാ വിരാജിച്ചിരുന്നത്, അവിടെ നിന്ന് വെറുതെ ഇങ്ങനെ ഇറങ്ങി പോന്നല്ലോ ഇങ്ങോട്ടേക്ക് എന്നുള്ള ചിന്തയോടുകൂടി ആ ശരീരത്തെ ത്യജിക്കുക. ഒന്നുകൂടി കടന്നു കയറിയാലോ.
ഏതൊരു ശരീരമാണോ വ്യവഹാരത്തിൽ വ്യാപാരത്തിൽ നമ്മൾ സംസാരികളായിട്ട് മാറാൻ ഇടവരുത്തുന്ന ആ ശരീരം, ഏതൊരു ശരീരമാണോ പേറിക്കൊണ്ട് കിടക്കുന്ന ഈ സതി എന്ന് പറയുന്ന ദേവി രുദ്രൻ്റെ ഭഗ്നിയായിരുന്നിട്ട് കൂടി കൈലാസനാഥനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മടിത്തട്ടിലിരുന്ന് അങ്ങനെ കാലം കഴിച്ചിട്ടിരുന്ന അവൾക്കാണ് പെട്ടെന്നൊരു തോന്നൽ, അച്ഛൻ്റെ അടുത്തേക്ക് പോകണം, അച്ഛൻ്റെ യാഗം കാണണം. അപ്പോൾ ശരീരത്തോട് ബദ്ധമായിട്ടുള്ള ബന്ധവും ആ മമതാചിന്തയും എല്ലാം തന്നെ കടന്നു വന്നിട്ട് പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന്. പ്രപഞ്ചത്തിൽ നിന്ന് വിട്ടുപോയവൾ കൈലാസത്തിൽ ചെന്ന് ഭഗവാനുമായിട്ട് ഒത്തൊരുമിച്ചിരുന്നവൾ, യോഗാവസ്ഥയെ പ്രാപിച്ചിരുന്ന ആ ദേവി സ്വയം ആ പിരിഞ്ഞ, താൽക്കാലികമായിട്ടാണെങ്കിലും പിരിഞ്ഞിട്ട് ഈ പറയുന്ന പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ കിട്ടിയ ഏറ്റവും അസഹ്യമായിട്ടുള്ള അനുഭവം, അത് മനസ്സിലാക്കിയുള്ള ദേവി ആ അസഹ്യമായിട്ടുള്ള അനുഭവത്തിന് കാരണമായ ശരീരത്തെ കത്തിച്ചു കളഞ്ഞു വന്നു. എന്തെല്ലാം കാര്യങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള മണിക്കൂറുകളോളം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള വക ഈ പറയുന്ന രംഗത്തുണ്ട്. കാരണം നമ്മളെല്ലാവരും തന്നെ ശരീരം കൊണ്ട് സ്വീകരിക്കേണ്ടത് എന്താ? ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള യാഗം, അതിനുള്ള യോഗം. അപ്പോൾ യാഗമായാലും യോഗമായാലും കർമ്മമായാലും ക്രിയകളായാലും എല്ലാം ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ളതായിരിക്കണം. അത് കഴിഞ്ഞാലോ വാസ്തവത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഈശ്വരനായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതിന് തടസ്സം എന്താണ്? അതുകൂടെ വ്യക്തമായി ഈ ശരീരമാണ്. ഈ ശരീരമുള്ളത് കൊണ്ടല്ലേ ദക്ഷപ്രജാപതിയുടെ മകളാണെന്നുള്ള ചിന്ത വന്നത്, അച്ഛൻ നടത്തുന്ന യാഗത്തെപ്പറ്റി ഓർമ്മ വന്നത്, അച്ഛനോടൊപ്പം തന്നെ അമ്മയെയും കാണാൻ സഹോദരിമാരെയും കാണാമെന്നുള്ള ആ താല്പര്യം വന്നത്. ഈ ആഗ്രഹങ്ങളല്ലേ നമ്മൾ സംസാരത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴാൻ ഇടവരുത്തിയത്. എന്നിട്ടല്ലേ ഓടി ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതിനിടവരുത്തിയ ഈ ശരീരത്തെ സംസാരകാരണിയാണ്, സംസാരത്തെ സൃഷ്ടിക്കുന്നതാണിത്. മായാബദ്ധമായിട്ടുള്ള ജീവിതം നയിക്കാൻ കാരണം എന്താ? ഈ ശരീരമാണ്. അതിൽ നിന്ന് വിടുതൽ വാങ്ങാനും ഈ ശരീരത്തിൻ്റെ ഉപയോഗിക്കണം. ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യം പ്രാപിച്ച് അങ്ങേയറ്റത്തെ അവസ്ഥയിൽ എത്തിച്ചേരുന്ന തടസ്സമായിരിക്കുന്ന ശരീരത്തെ കത്തിച്ചു എന്ന് തന്നെ കാണാം. ദക്ഷകഥയിൽ ഒരു ഭാഗമാണ് ഇത്തരത്തിൽ ചുരുക്കി പറഞ്ഞത്. ഏതായാലും അച്ഛൻ്റെ മുമ്പിൽ വെച്ച് മകൾ തൻ്റെ ഭർത്താവായിരിക്കുന്ന ഈശ്വരനെ നിന്ദിക്കുന്നത് കണ്ടിട്ട് ഒട്ടും സഹിക്കവയ്യാതെ യോഗത്തിൽ യോഗാവിഷ്ടയായി യോഗധാരണയിലൂടെ തൻ്റെ ശരീരത്തെ ദഹിപ്പിച്ച് വീണ്ടും ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള ചിന്തയോടുകൂടി ശരീരത്തെ ഉപേക്ഷിച്ചു. 2-3 കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്ന് വളരെയേറെ കാര്യങ്ങൾ പ്രസംഗിച്ച് നമ്മെ എല്ലാവരെയും ബോധവൽക്കരിച്ച് ജാതിമതാതീതമായിട്ട് നമ്മളെ ഉയർത്തിയ സാക്ഷാൽ ഗുരുദേവൻ തന്നെ പറഞ്ഞത് നാം നമ്മുടെ ശരീരമല്ലല്ലോ എന്നാണ്. എത്രയെത്ര പറഞ്ഞിട്ടും പ്രസംഗിച്ചിട്ടും കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ടും നമ്മൾ ആ ബോധത്തിൽ നിന്ന് പോകുന്നില്ല. നമ്മളിപ്പോഴും ശരീരത്തെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ജാതി പോകണമെങ്കിൽ ശരീരം പാടില്ല എന്ന് അദ്ദേഹം അതിൽ പറഞ്ഞു. നമുക്ക് വാസ്തവത്തിൽ നാം നമ്മുടെ ശരീരമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നാം അറിവാണെന്ന് പറഞ്ഞ് നമുക്ക് ജാതിയില്ല എന്ന് കൂട്ടിച്ചേർത്ത ആ വചനം അതിവിടെയും ശ്രദ്ധിക്കുക. നമ്മൾ ശരീരം കൊണ്ടാണ് ഓരോരോ ജാതിയിൽപ്പെടുന്നത്, ഓരോരോ പ്രദേശത്തുകാരാകുന്നത്, ഓരോരോ മതങ്ങൾ പറഞ്ഞ് തമ്മിൽ തല്ലി തലകീറിച്ചാകുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണമായിരിക്കുന്ന ശരീരത്തെ എന്തു വേണം? ശരീരമില്ലാത്തൊരവസ്ഥയിലേക്ക് വരണം. ഇവിടെയാണ് വിദേഹം എന്ന് പറയുന്നൊരവസ്ഥ. വൈദേഹി എന്ന് പറയുന്ന സീതാദേവിയുടെ കഥ, ആ അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്ന വിദേഹ രാജാവ് എന്ന് പറയുന്ന ജനകൻ്റെ കഥ. ശരീരം ഉണ്ടായിട്ടും ശരീരത്തെ മാനിക്കാതെ ശരീരത്തിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് തൻ്റെ കർത്തവ്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കും. ശരീരത്തിന് അമിത പ്രാധാന്യം കൊടുക്കാതെ. ഇതും നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ശരീരമാണ്. ദുരഭിമാനം വച്ചു പുലർത്തുന്ന നമുക്കെല്ലാവർക്കും തന്നെ അതിന് കാരണമുണ്ടാക്കുന്ന ഈ ശരീരമാണ്. സ്ഥാനമാനങ്ങൾ കൊണ്ടും അത്തരത്തിലുള്ള ഓരോരോ പ്രതാപങ്ങൾ കൊണ്ടും ആണ് ഈ പറയുന്ന ശരീരഭാവം പ്രത്യേകിച്ചൊരു മോഹം ജനിപ്പിച്ചുകൊണ്ട് നമ്മളെ കെട്ടിയിട്ടി അപകടങ്ങൾക്ക് കാരണമാക്കുന്നത്. അതെല്ലാം തന്നെ ഇവിടെ അസ്തമിക്കുന്ന രീതി അമ്മ കാണിച്ചേറിയാണ്. പരമ്പൊരുളായിരിക്കുന്ന ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ശരീരാന്തർഗതമായിട്ടുള്ള അഗ്നിയെയും അതുപോലെ തന്നെ വായുവിനെയും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് പ്രാണാപാനന്മാർ എന്ന് പറയുന്ന പഞ്ചപ്രാണങ്ങളിൽ 2 പേരെ ഏകോപിപ്പിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തെ ഇങ്ങനെ കത്തിച്ച് കളയുക. തന്നിൽ അടങ്ങിയിരിക്കുന്ന ജീവാത്മ ചൈതന്യത്തെ പരമാത്മാവുമായിട്ട് യോജിപ്പിക്കുക. അതിന് തടസ്സം നിൽക്കുന്ന ശരീരത്തെ ഇല്ലാതെയാക്കുക. എത്ര ഉത്കൃഷ്ടമായിരിക്കുന്ന ഒരു ധർമ്മമാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ധർമ്മപ്രകരണം എന്ന് പറയുന്ന ദക്ഷയാഗത്തിൽ ധർമ്മം പലതും ഇവിടെ പറഞ്ഞു വരുന്ന കൂട്ടത്തിലാണ്. ദക്ഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ധർമ്മം ചെയ്തില്ല, ഈശ്വരനെ സ്മരിച്ചില്ല. തൻ്റെ മകളുടെ ഭർത്താവ് ഈശ്വരനാണെന്നുള്ള കാര്യം മറന്നുപോയി. ആ ഈശ്വരൻ എന്ന് പറയുന്ന രുദ്രനെ ക്ഷണിച്ചിട്ട് വേണം യാഗം നടത്താനെന്നുള്ളത് വിട്ടിട്ട് പകപോക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം അദ്ദേഹത്തെ വിളിച്ചുമില്ല. നോക്കണേ, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു. അപ്പോൾ ധർമാനുഷ്ഠാനത്തിൽ നിന്ന് വ്യതിചലനം സംഭവിച്ചാൽ
കിട്ടുന്നത് അവിടെ പിന്നാലെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ധർമ്മത്തിൽ കൂടെ പോകുമ്പോഴാണ് എന്താ ധർമ്മം? സതീധർമ്മം. സതീധർമ്മം എന്ന് പറഞ്ഞാൽ ഭർത്താവിൽ തന്നെ മനസ്സ് ഊന്നിക്കൊണ്ട് ശരീരത്തെ ത്യജിക്കുക. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭർത്താവാണ്, ഭരിക്കുന്നവനാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മെ ഭരിക്കുന്ന ഈശ്വര ചിന്ത അത് വിട്ടുപോകാതെ അദ്ദേഹത്തിൽ തന്നെ ലയിക്കുന്ന രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ് ധർമ്മം. എന്താ ധർമ്മം? ഈശ്വരനെ പ്രതിയുള്ള പ്രേമം, ഈശ്വരനെ ചൊല്ലിയുള്ള ഒരു പ്രത്യേക ധാരണയും ധ്യാനവും യോഗവും. അത് വിട്ടുപറ്റിയ അതൊന്നും നമുക്കില്ല എന്ന് പ്രധാനപ്പെട്ട ധർമ്മം അതാണ്. യഥോ ധർമ്മസ്തതോ ജയ എന്നെല്ലാം തന്നെ പറയുമ്പോൾ അവിടെയും ഈ പറയുന്ന ധർമ്മ നീതി അനീതി എന്ന് പറയുന്നതെല്ലാം തന്നെ വന്നു, അല്ലെ? അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു എങ്കിൽ കൂടി അതിനപ്പുറം ഈശ്വരനെ ചൊല്ലിയുള്ള അല്ലെങ്കിൽ ഈശ്വരനോടുള്ള താതാത്മ്യം പ്രാപിക്കാനുള്ള വ്യഗ്രത, അതാണ് ധർമ്മം. ഭാഗവതം പ്രത്യേകിച്ച് ഉദ്ഘോഷിക്കുന്നുണ്ട്. സവൈ പുംസം പരോ ധർമ്മ എന്ന് പറയുന്നിടത്ത് അഹൈതുകി ഭക്തിയാണ് ധർമ്മമെന്ന്. ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമം, പ്രേമം എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് തോന്നുന്ന അതമ്യമായിരിക്കുന്ന സ്നേഹം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് സതിയുടെ ദേഹത്യാഗം ഇത്തരത്തിൽ കത്തിച്ച് കളഞ്ഞ വിവരം കിട്ടിയിട്ട് കൈലാസനാഥനായിരിക്കുന്ന ശിവപെരുമാളിൻ്റെ പ്രതിപുരുഷനായിരിക്കുന്ന വീരഭദ്രൻ്റെ പ്രാദുർഭാവം അവിടെ ശിവൻ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള മട്ടിൽ നമുക്ക് ഭാഗവത്തിൽ കണക്കിലെടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ശിവൻ തന്നെയായിട്ടുള്ള വീരഭദ്രൻ അവിടെ ജനിക്കുന്നുണ്ട്, ശിവൻ തന്നെ ആയിരിക്കുന്നു. അപ്പോൾ വീരഭദ്രനെ നമ്മൾ കാണുന്നത് ശിവനായിട്ട് തന്നെയാണ്. ശിവൻ ഇങ്ങനെ പല രീതിയിൽ, ശിവൻ എന്ന് പറയുമ്പോൾ ഈശ്വരഭാവം. അപ്പോൾ ഈശ്വരഭാവം പല പല വേഷങ്ങൾ കിട്ടി ഇങ്ങനെ ഇറങ്ങി വരുന്നതാണല്ലോ അവതാരം. ഏതായാലും ഇത്തരത്തിൽ ക്രുദ്ധമായിട്ടുള്ളൊരവസ്ഥ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥ സംജാതമായപ്പോൾ ആ യാഗവേദിയിൽ വീരഭദ്രൻ ഇങ്ങനെ അവതരിക്കുകയാണ്. അദ്ദേഹം പിന്നെ നടമാടുന്നൊരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആ യക്ഷവിധ്വംസം എന്ന് പറയുന്ന അതിനെയെല്ലാം തന്നെ ഇല്ലാതെയാക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ. എന്തായാലും അവിടെയുള്ള ഋത്തിക്കുകളെയും അതുപോലെ തന്ത്രാദികളെ കൈകാര്യം ചെയ്യുന്ന എല്ലാവരെയും ശിക്ഷിച്ചുകൊണ്ടാണ് കൂട്ടത്തിൽ ദക്ഷപ്രജാപതിയുടെ കഴുത്തുകൂടി വെട്ടി തീയിലേക്ക് ഇട്ടു. ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെയും തല എന്ന് പറയുന്ന ഉത്തമാംഗത്തെ നമ്മൾ മറക്കാൻ പാടില്ല. ഒരു മനുഷ്യനെന്ന് പറയുന്നത് നാലുകാലിൽ നടന്ന ജീവിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടോ അല്ലെങ്കിൽ പരിണമിച്ചോ ഉണ്ടായ ഒരു പ്രത്യേക ഭാവമാണ് നമുക്കുള്ളത്. ദക്ഷയാഗത്തിന് ധ്വംസനം സംഭവിക്കാൻ കാരണം തന്നെ ഈശ്വരസ്മരണ വിട്ടുപോയതാണ്. അതാണ് ധർമ്മം. അപ്പോൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് ആർഭാടപൂർണമായിരിക്കുന്ന ഒരു കർമ്മം ചെയ്യുന്ന രീതിയിലേക്ക് യാഗം അധപ്പതിച്ചതിൻ്റെ ഫലമായിട്ട് തലയറ്റുപോയി എന്ന് തന്നെ വേണം ഇവിടെ ചിന്തിക്കാൻ. ഏതായാലും യാഗകോലാഹലങ്ങളെല്ലാം തന്നെ ഇല്ലാതെയായി, പ്രശ്നമായി. എല്ലാ തരത്തിലും ആ യജ്ഞവേദിയെല്ലാം തന്നെ അലങ്കോലപ്പെട്ട ആ സന്ദർഭത്തിലാണ് അതിന് പരിഹാരമായിട്ട് ദേവന്മാരെല്ലാവരും കൂടി കൈലാസത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കൈലാസനാഥൻ്റേതായിട്ടുള്ള എന്തോ കോപം കൊണ്ടിതെല്ലാം തന്നെ സംഭവിച്ചു എന്ന് വ്യക്തമായി ബോധ്യം വന്ന ദേവാദികൾ ഉടനെ ആ കൈലാസത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന ശിവൻ്റെ സ്വരൂപവും കൂടി ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് വളരെ ഗംഭീരമായിട്ട് ആ ശിവനെ മനസ്സിലാക്കാൻ കഴിയും. ധർമ്മത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ശിവനെ ഇവിടെ പറയുന്നുണ്ട്. സയോജനശതോത്സേധ, വളരെ വിസ്താരമാർന്ന ഒരു മരത്തെപ്പറ്റിയാണ് പറയുന്നത്. പാദോന വിടപായത പര്യകൃതാചലച്ഛായോ നിർണീടസ്ഥാപവർജിത, വളരെ വിസ്തരിച്ച കണ്ടമാനം ഒരു യോജന വിസ്തീർണത്തിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നൊരു വടവൃക്ഷം. ആ വടവൃക്ഷത്തിന് ആ ശാഖോപശാഖകളായിട്ട് നിൽക്കുന്ന ഇലകളുടെ ഇടയിലൂടെ പ്രകാശം പോലും കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ ഇടതൂർന്ന് നിൽക്കുന്നൊരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്കാണ് ഇവർ നോക്കിയപ്പോൾ ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ആര്? സയോജന ശതോത്സേധ, 75 യോജനയോളം നീളത്തിൽ അല്ലെങ്കിൽ വിസ്താരമാർന്ന് നിൽക്കുന്ന വളരെ ബൃഹത്തായിരിക്കുന്നൊരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തസ്മിൻ മഹായോഗമയേ, യോഗാരൂഢനായിട്ട് ധ്യാനനിരതനായിട്ട് മോക്ഷശരണേസുര ദദൃശു ശിവം ആസീനം ത്യക്താവർഷമിവാന്തകം. അപ്പോൾ ഈ വിയോഗത്തിൽ തൻ്റെ സതീദേവിയുടെ വിയോഗത്തിൽ യാതൊരു ദേഷ്യവുമില്ലാതെ, ദക്ഷനോട് പകയൊന്നുമില്ലാതെ ശാന്തനായിട്ടിരിക്കുന്ന ശിവനെയാണ് കണ്ടത്. ആ വ്യത്യാസമൊന്ന് നോക്കൂ. വീരഭദ്ര പെരുമാൾ ദക്ഷയാഗവേദിയിൽ വന്ന് ദക്ഷയാഗമെല്ലാം തന്നെ ധ്വംസിച്ചു എങ്കിൽ കൂടി ദേവന്മാരെല്ലാവരും കൂടി കൈലാസത്തിൽ ചെല്ലുമ്പോൾ അവിടെ ശാന്തമാനസനായിട്ട് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിർവൈരനായിരിക്കുന്ന, യാതൊരു ഭാവപ്പകർച്ചയുമില്ലാതെ ശാന്തനായിട്ടിരിക്കുന്ന ഒരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഭഗവാനെയാണ് കണ്ടത് എന്ന്. എന്നിട്ടോ സനന്ദനാദ്യേർ മഹാസിദ്ധൈ, ഈ സനന്ദനൻ സനാതനൻ ഇത്യച്ചത് ഈ പറഞ്ഞ 4 പേര് സനകാദികളെന്ന് പറയുന്ന അവരുടെ
അവരെ നോക്കിക്കൊണ്ടാണ് മഹാസിദ്ധന്മാരായിട്ടുള്ളവരുടെ സാന്നിധ്യത്തിൽ ശാന്തൈ ശാന്ത വിഗ്രഹം, നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഈ ശാന്ത വിഗ്രഹം, ഉപാസ്യമാനം സഖ്യാഭർത്താ ഗുഹ്യകരക്ഷസാം, ഭക്തജനങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റും ആവൃതമാണ്. അപ്പോൾ എല്ലാ തരത്തിലും സനകാദികളെ കൊണ്ടെല്ലാം തന്നെ ചുറ്റപ്പെട്ട രീതിയിലിരിക്കുന്ന ഭഗവാന്റേതായിട്ടുള്ള ദർശനമാണ് ഇവിടെ ദേവന്മാർക്ക് കിട്ടിയത്. വിദ്യാ തപോ യോഗപഥമാസ്ഥിതം തമതീശ്വരം ചരന്തം വിശ്വസുഹൃതം വാത്സല്യാലോകമംഗളം. നോക്കൂ ആ ശിവൻ്റെ ഇരിപ്പ്. ഭാഗവത്തിൽ രക്ഷാകഥയിൽ ദക്ഷനോട് കുപിതനായിട്ട് അട്ടഹസിച്ചുകൊണ്ട് വീരഭദ്രപ്പെരുമാൾ വന്ന് എന്തെല്ലാം തന്നെ ചെയ്താലും അതൊന്നും ഏൽക്കാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ വീരഭദ്രപ്പെരുമാളിൻ്റെ ഉറവിടമായിരിക്കുന്ന ശിവൻ്റെ ഇരിപ്പ്. ലിംഗം ചതാപസാഭീഷ്ടം ഭസ്മദണ്ഡ ജടാജിനം. അപ്പോൾ ശിവൻ്റേതായിട്ടുള്ള ശരീരപ്രകൃതം, ശരീരമാസകലം ഭസ്മം എല്ലാം തന്നെ പുരട്ടിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എങ്ങനെ? അങ്കേന സന്ധ്യാ അഭ്രരുച ചന്ദ്രലേഖം ച വിഭ്രതാം. അപ്പോൾ എല്ലാ തരത്തിലും ആ ശിവൻ്റെ രൂപത്തിൽ ഇങ്ങനെ ശാന്തനായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഉപവിഷ്ടം ദർഭമയ്യാം ഋസ്യാം ബ്രഹ്മസനാതനം നാരദായ പ്രവോചന്തം പൃച്ഛതേ ശൃണ്വതാം സദാം. ഈ സനകാദികൾ കൂട്ടത്തിൽ നാരദൻ എന്ന് പറയുന്ന ദേവർഷി അദ്ദേഹത്തോട് ഇങ്ങനെ വാസ്തവത്തിൽ സംസാരിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ ഉപദേശിക്കുന്ന രീതിയിൽ ഒരു ഗുരുവിൻ്റെ ഭാവത്തിലിരിക്കുകയാണ് പോലും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ശിവൻ്റെ ആ ഇരിപ്പ് പോലും വർണ്ണിക്കുന്നുണ്ട്. കൃത്തോരോ ദക്ഷിണേ സൗര്യം പാദപത്മം ച ജാനുനി. അവ വലത്തെ തുടയിൽ ഈ ഇടത്തെ കാലിങ്ങനെ കയറ്റി വെച്ചുകൊണ്ട്, എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഇടത്തെ കയ്യെ ഇടത്തെ മുട്ടിൽ ഇങ്ങനെ തടവിക്കൊണ്ട് കൃത്തോരോ ദക്ഷിണേ സൗര്യം പാദപത്മം ച ജാനുനി ബാഹും പ്രകോഷ്ഠേ അക്ഷമാലാം ആസീനം തർക്കമുദ്രയാ. ജപമാലയെല്ലാം തന്നെ ഏന്തിക്കൊണ്ട്, തർക്കമുദ്ര എന്ന് പറയുന്ന ചിന്മുദ്ര, അതായത് ഗുരുക്കന്മാരുടെ മുദ്ര, അല്ലെങ്കിൽ ഈ പറയുന്ന ജ്ഞാനത്തിൻ്റെ മുദ്ര, ആ തർക്കമുദ്രയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ശിവനെയാണ് കണ്ടത്. ഈ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതൊരു ഈശ്വരനെയാണോ അകാരണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ടൊരു യാഗം നടത്തിയ ദക്ഷപ്രജാപതി അങ്ങോട്ടേക്ക് ക്ഷണിക്കാതിരുന്ന ആ സന്ദർഭത്തിൽ ദക്ഷൻ്റെ പുത്രി തന്നെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ വളരെ ഭീകരമായിട്ടും അല്ലെങ്കിൽ വളരെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അപഹസിച്ചതുകൊണ്ട് ശരീരത്തെ ത്യജിച്ച ആ വിയോഗത്തിലൊന്നും വേർപാടിലൊന്നും യാതൊരു വിഷമതയുമില്ലാതെ ശാന്തചിത്തനായിട്ടിരിക്കുന്ന ഗുരു ദക്ഷിണാമൂർത്തി. അവിടെയും തം ബ്രഹ്മനിർവാണ സമാധിമാശ്രിതം വ്യപാശ്രിതം ഗിരിശം യോഗകക്ഷാം സലോകപാലാമനയോ മനുനാമാദ്യം മനും പ്രാഞ്ജലയ പ്രണേമോ. മനുക്കളുടെ എല്ലാം തന്നെ മുൻഗാമിയായിരിക്കുന്ന ആദ്യ ഗുരുവാണ്, ആദ്യ നടനാണ്, എല്ലാമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ് വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാനനിരതനായിട്ടും യോഗാവിഷ്ടനായിട്ടും ജന്മുദ്രാധാരിയായിട്ടുമൊക്കെ അദ്ദേഹത്തെ എല്ലാം തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് എല്ലാ തരത്തിലും ദേവന്മാരിങ്ങനെ സ്തുതിച്ചു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈ രംഗം നമ്മൾ ഈ ദക്ഷാകഥയിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. തൻ്റെ തന്നെ ധർമ്മപത്നി എന്ന് പറയുന്ന സതി ദേവി അദാക്ഷായിനി ശരീരം ത്യജിച്ചു, അല്ലെങ്കിൽ വിയോഗാവസ്ഥയിലായിട്ട് എന്തേ യാതൊരു ചലനവും ഈ പറയുന്ന രുദ്രനിലുണ്ടായില്ല, കൈലാസനാഥനായിരിക്കുന്ന ശിവപെരുമാളിൽ എന്തുകൊണ്ടുണ്ടായില്ല? അവിടെയാണ് ബ്രഹ്മഭാവം. ശക്തമായിട്ടുള്ള ബ്രഹ്മഭാവം ചലനരഹിതമാണ്, നിർഗുണമാണ്, നിർവൈരം ശാന്തമാനസം ശാന്തവിഗ്രഹം എന്നെല്ലാം തന്നെ പറയുന്ന പോലെ. അപ്പോൾ എല്ലാ തരത്തിലും നിശ്ചേഷ്ടനായിട്ട് ഇരിക്കുന്ന ബ്രഹ്മതത്വത്തെ അവിടെ കാണാം. ആ കൂട്ടത്തിൽ വേറൊരു കാര്യവും കൂടി, തൻ്റെ പ്രകൃതി എന്ന് പറയുന്ന ദേവി സതീദേവി വിട്ടുപോയെങ്കിലും അക്ഷോഭ്യനായിട്ടിരിക്കുകയാണ്. യാതൊരു ക്ഷോഭവും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന രീതിയിലാണ് ഭഗവാന്റെ ഇരിപ്പ്. വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തെക്കോട്ടേക്ക് തിരിഞ്ഞാണ് ഇരിപ്പ്. അങ്ങനെ തെക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന ദക്ഷിണാമൂർത്തി ഭാവത്തിലിരിക്കുന്ന ശാന്തനായിരിക്കുന്ന ഗുരുവായിരിക്കുന്ന ആ ഭഗവാന്റെ അടുത്തേക്കാണ് ഈ ദേവാദികളെല്ലാവരും ബ്രഹ്മാവിനോടൊപ്പം ഇങ്ങനെ ചെന്നത്. അങ്ങനെ എല്ലാവരും അവിടെ ചെന്നിട്ട് സ്തുതിക്കുന്ന രംഗമാണ് പിന്നാലെ. എന്താ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ദക്ഷൻ്റേതായിട്ടുള്ള യജ്ഞം ഇങ്ങനെ അതിന് ഭംഗം വന്നതെല്ലാം തന്നെ നിവർത്തിച്ച് അതിൽ നിന്ന് രക്ഷിക്കണം, അതിനെ ഒന്ന് പൂർത്തീകരിക്കണം. അപ്പോൾ യജ്ഞം ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ മുടങ്ങാൻ പാടില്ല. ഏതൊരു ഈശ്വര വിദ്വേഷമാണോ ഇതിന് ഇടവരുത്തിയത് അത് ഇല്ലാതെയാക്കിക്കൊണ്ട് ഈശ്വര അനുഗ്രഹത്തോടുകൂടി നമുക്ക് അത് പൂർത്തീകരിക്കണമെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് കർമ്മം ശരിയായോ, നമ്മൾ ചെയ്ത പ്രവൃത്തികൾ ശരിയായോ എന്നെല്ലാം നോക്കാനിട വരുന്നത്?
പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. അങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും വ്യാഴം ഒട്ടും തന്നെ പ്രസാദിച്ചില്ല എന്ന്. വ്യാഴം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരു എന്നും വ്യാഴം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈശ്വരൻ്റെ ഈശ്വരാധീനം എന്നുമാണ്. അപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ഈശ്വരാധീനം ശിവൻ്റെ വിഷ്ണുവിൻ്റെ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈശ്വരാധീനമുണ്ടോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ദൈവാധീനം ജഗൽ സർവം, എല്ലാം തന്നെ വാസ്തവത്തിൽ ദൈവാധീനം ഈശ്വരാധീനത്തിന് വിധേയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ദേവന്മാർ ഏതൊരു ഈശ്വരനാണോ കൈലാസനാഥനായിരിക്കുന്ന ഈ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ അങ്ങോട്ടേക്ക് ചെന്നത്. അപ്പോൾ ഏതൊരു ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്? ഈശ്വരജ്ഞാനം. അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ യജ്ഞം പൂർത്തീകരിക്കൂ എന്നുകൂടി ഇതിൽ അന്തർലീനമായി കിടക്കുന്ന രഹസ്യമാണ്. നമ്മൾ ചെയ്യുന്ന യാഗങ്ങൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഈശ്വരാധീനമായിരിക്കണം എന്ന് മാത്രമല്ല ഈശ്വര സാക്ഷാത്കാര്യം അത് അനുപേക്ഷണീയം കിട്ടിയിരിക്കണം. അപ്പോൾ ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈശ്വരൻ ആര് എന്ന് ബോധ്യം വരാൻ വേണ്ടിയിട്ടുള്ള ക്രിയകളാണ് യഥാർത്ഥ കർമ്മങ്ങൾ അല്ലെങ്കിൽ ധർമ്മം. അപ്പോൾ ധർമ്മത്തിന് നല്ലൊരു മാനവും കൂടി ഇവിടെ കാണാം. ധർമ്മം വിഹിതമായിരിക്കുന്ന കർമ്മമാണ്, വേദോക്തമായിരിക്കുന്ന വേദം അനുശാസിക്കുന്ന രീതിയിലുള്ള കർമ്മമാണ്. ഈശ്വരനെ ചൊല്ലി ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ടതാണ് ധർമ്മം.